കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുള്ള നിലപാടായിരുന്നു വഖഫ് ബില്ലിലെടുത്തത്. രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് വേണം രാജ്യത്തിലെ മറ്റ് നിയമനിർമ്മാണങ്ങൾ നടത്താൻ എന്നുള്ള താല്പര്യമാണ് നമുക്ക്. അപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26 അതുപോലെ മറ്റ് ആർട്ടിക്കിളും വിഭാവനം ചെയ്യുന്ന റിലീജിയസ് ഫ്രീഡത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള കടന്നാക്രമണമായിട്ടാണ് വഖഫ് ബില്ലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിലെ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളെ ഞാൻ കാണുകയുണ്ടായി. അവരോടൊക്കെ അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കാൻ നമ്മൾ അനുവദിക്കുന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം അതിൻ്റെ കടക്കൽ കത്തിവെക്കാനുള്ള അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ന്യായമുള്ള കാര്യമാണ്. ആ വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ആദ്യം മുതലേ ഒറ്റ നിലപാടെടുത്തിരിക്കുന്നത്. മുനമ്പം വിഷയം പരിഹരിക്കേണ്ടതാണ്. അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കിട്ടത്തക്കവണ്ണമുള്ള പരിഹാരമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് നേരത്തെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ ഭരണഘടനാ ലംഘനങ്ങൾ നടത്താനുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോയാൽ ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരിക്കും, നാളെ മറ്റു വിഭാഗങ്ങളെയും ടാർഗറ്റ് ചെയ്യും. അതിൻ്റെ അജണ്ടയാണല്ലോ ഇന്ന് അറിയാതെ വെളിച്ചത്ത് വന്നത്. ഓർഗനൈസറിൽ വന്ന ഏറ്റവും ഒടുവിൽ വന്ന ഓർഗനൈസറിൻ്റെ ലേഖനം എന്താണ്? അവരിപ്പോൾ പറയുന്നത് വഖഫിനേക്കാൾ കൂടുതൽ സ്വത്ത് ചർച്ചസിനുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെത്ര ഗവേഷണം നടത്തി? ഇത് പാർലമെൻറ്റിൽ, കഴിഞ്ഞ പാർലമെൻറ്റിൽ ഒരു MP സംസാരിച്ചതാണ്. RSS പശ്ചാത്തലമുള്ള ഒരു MP കഴിഞ്ഞ പാർലമെൻറ്റിൽ സംസാരിച്ചതാണ്. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ എണ്ണം, ഈ വഖഫൊന്നും ഇല്ലായിരുന്നു അന്നേരം, ഇത് കഴിഞ്ഞ പാർലമെൻറ്റിലെ കാര്യം ഞാൻ പറഞ്ഞത്. ആ കണക്കിനെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഈ കണക്കൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ലേഖനം എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കണക്കൂട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുന്നതാണ്. ഞാനടക്കം പ്രസംഗിച്ചത് അക്ഷരം പ്രതി ശരിയാണ്. ഇന്ന് മുസ്ലിംസ് ആണെങ്കിൽ നാളെ ക്രൈസ്തവർ, പിന്നെ സിഖുകാർ, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് സാഹചര്യം. ആ വിശാലമായ കാഴ്ചപ്പാട് കോൺഗ്രസിന് കാണാതിരിക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്? അതിനുവേണ്ടി പോരാടേണ്ട പാർട്ടിയല്ലേ കോൺഗ്രസ്? ആ ഉത്തരവാദിത്തം മാത്രമാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ആശങ്കകൾ, ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർക്കും മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം ഇപ്പോൾ ചിലർക്ക് ഒരു സോഫ്റ്റ് ടാർഗറ്റ് സ്റ്റേറ്റായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതാണ് സിനിമകൾ വന്നാൽ അതിനെതിരായിട്ടുള്ള ആക്രമണം, നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മതങ്ങൾ തമ്മിലടിക്കാനുള്ള ശ്രമങ്ങൾ. ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിച്ച്, പ്രത്യേകിച്ച് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പിന്നീട് ഹിന്ദുക്കളെയും ഒക്കെ തമ്മിലടിപ്പിച്ച് കേരളത്തെ ഒരു സോഫ്റ്റ് ടാർഗറ്റാക്കി മാറ്റാനുള്ള ആലോചനകൾ കുറേ നാളുകളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാത്തവരായിരിക്കും ഇവരൊന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അത്തരം അവരുടെ ഗൂഢ അജണ്ടകൾക്ക് നിന്നുകൊടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മളെപ്പോലെ കേരളത്തിലെ മതേതരത്വത്തിന് പേരുകെട്ട ഒരു നാട്ടിൽ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്ന ഈ നാട്ടിനെ വീണ്ടും സംഘർഷപൂരിതമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് വിഭജനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന് കരുതലോടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ട്.